KQ എന്ന സിനിമയിലൂടെയാണ് സഹസംവിധാനമായിട്ട് വന്നിട്ട് സിനിമയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഒരു ജേണി എങ്ങനെയുണ്ട് അവിടെ തൊട്ട് ഇപ്പോൾ ഈ മാർക്കോ വരെ എത്തി നിൽക്കുകയാണ്, എന്ത് തോന്നുന്നു? ലൈക്ക് രസമല്ലേ സിനിമയുടെ ഓരോരോ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഓരോരോ ഫേസിൽ കൂടെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഞാൻ എൻജോയ് ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഫേസുകൾ ഓഫ് സിനിമയുടെ ഒരു പല പല ആ സിനിമയ്ക്ക് ശേഷം ഒരുപാട് ചാൻസുകൾ കിട്ടി. ഊഴത്തിൽ കിട്ടി. പിന്നെ റമോയിലാണ് കൂടുതലും തമിഴ് ഓഡിയൻസിന് കുറച്ചുകൂടി ഫെമിലിയർ. എൻ്റെ ആദ്യത്തെ സിനിമ റമോ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് തമിഴിലോട്ട് എനിക്കൊരു എൻട്രി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 90 ml എന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തമ്പി ചെയ്തു. ഇപ്പോൾ മഴയിൽ നിന്ന് എഗ്രേൻ ഇപ്പോൾ 2-3 days ബാക്ക് റിലീസായി. പിന്നെ മലയാളത്തിൽ അങ്ങനെ കുറച്ച് സിനിമ. മലയാളം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മമ്മൂക്കയുടെ കൂടെ സന്ധ്യയിൽ ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ അല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലാണ് താമസമൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു വീട് വാങ്ങിച്ചു. ഞാൻ ഇനിയിപ്പോൾ കൊച്ചി കാണും. ഒരുപാട് മലയാളം സിനിമകളിൽ എന്നെ കാണും. അബ്രാമിന്റെ സന്ധ്യയിലോട്ടൊരു എൻട്രി എങ്ങനെയായിരുന്നു? ലൈക്ക് മമ്മൂക്കയുടെ കൂടെ കാരണം ആൻസൺ അത്രയും ഒരുപാട് വേറെ യങ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ആൻസണ് തന്നെ ആ ഒരു കഥാപാത്രം കിട്ടി. അപ്പൊ അതിലെന്തെങ്കിലും ഒരു തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി, മമ്മൂക്കയുടെ അനിയനായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു ക്യാരക്ടർ എനിക്ക് എങ്ങനെ കിട്ടി എന്നൊരു തോന്നൽ? ശരിക്കും പറഞ്ഞാൽ ഹനീഫയ്ക്കാണ് എന്നെ റെഫർ ചെയ്യുന്നത്. സോളോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അങ്ങനെ ജസ്റ്റിൻ എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ട് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അബ്രാമിൻ്റെ സന്തതികളിൽ ഒരു അനിയൻ്റെ റോള് ആസിഫ് അലി ആയിരുന്നു ചെയ്യായിരുന്നത്. അപ്പോൾ ആസിക്ക ആ സമയത്ത് വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു, ബിടെക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടൊവിക്ക് പോയി. ടൊവിയും വേറെ ഏതോ പരിപാടികളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിജയ് ബാബുവേട്ടൻ എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ എൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ആട് 2 ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനെ അണലി സാബു എന്ന് അബ്രാമിന്റെ സന്ധ്യകളിൽ ഫിലിപ്പ് ഇബ്രഹാമായി മാറിയത്. എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ കൂടെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീര എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയുടെ കൂടെ എത്രമാത്രം പറഞ്ഞാലും അത് മതിയാവത്തില്ല. ചിലപ്പോൾ ഇനിയൊരു ഇൻ്റർവ്യൂ മണിക്കൂറുകളെടുത്ത് സംസാരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മമ്മൂക്കയുടെ അടുത്ത് 83 days ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും എനിക്കും തന്നെ മമ്മൂക്കനെ കാണാനൊന്ന് പറ്റുമല്ലോ എന്നുള്ളൊരു സംഭവം സന്തോഷത്തിലാണ്. അപ്പം അങ്ങനെ വളരെ രസമായിരുന്നു. വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇനിയും ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടെ കൂടെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന സിനിമകളൊക്കെയും വേറെ ഒരു ആക്ടിങ്ങിൻ്റെ തന്നെ വേറൊരു പെർഫോമൻസിൻ്റെ നെക്സ്റ്റ് ലെവലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമാവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ അബ്രാമിന്റെ സന്ധ്യക്ക് മുമ്പ് തോന്നുന്നു സൂസു സുദീപാത്മീകം ആ സിനിമയിൽ ഒരു വേഷം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തുന്നതും വിജയബാബുവിന്റെ ഒരു സെലക്ട് ചെയ്തിട്ടാണല്ലോ ഈ സിനിമയിലേക്ക് എത്തുന്നത്. അതിനകത്ത് എത്തുന്നത് ജയേട്ടനാണ് വിളിക്കുന്നത്. ജയേട്ടൻ എന്നെ അതിനകത്ത് ക്യാരക്ടറിന്റെ പേര് വിജയബാബു എന്നാണ്. അപ്പോൾ അങ്ങനെ ജയേട്ടനാണ് എന്നെ ആ സിനിമയിലോട്ട് വിളിച്ചു വയ്ക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഒരു ഫിലിം ഫെയർ അവാർഡ്സിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പിന്നെ ജിമ്മിൽ ഒരു പ്രാവശ്യം വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്നെ കണ്ടിട്ട് വിളിക്കുന്നതാണ് ആ സിനിമയിലോട്ട്. അപ്പം അങ്ങനെയാണ് വിജയബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ ലൈക്ക് ഒരു ഹെൽത്ത് കണ്ടീഷൻ, ഹാർട്ടിൽ പ്രോബ്ലം ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുമ്പൊരു ഇൻ്റർവ്യൂ കണ്ടു, ആൻസൺ ഇതുപോലൊരു ഹെൽത്ത് കണ്ടീഷൻ ഓവർകം ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ഞാൻ സിനിമ വരുന്നേക്ക് മുമ്പ് എനിക്കൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓവർകം ചെയ്തു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ സിനിമയിൽ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് നമുക്കിങ്ങനെ ഉണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട്. നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ തന്നെയുണ്ട്. ഞാൻ അതിനകത്തൊരു ചെറിയൊരു സാധനം, എനിക്കൊരു ചെറിയൊരു ബ്രെയിൻ ട്യൂമർ ഉണ്ടായിരുന്നു. ഒരു 57 സ്റ്റിച്ച് ഉണ്ട് കേട്ടോ ബാക്കിൽ, ചെറുതെന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കൊക്കെയും എന്നെക്കാളും കൂടുതൽ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെയും തന്നെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻസ്. പിന്നെ നമ്മൾ പ്രപഞ്ചത്തിലൊരു വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒക്കെ അവിടെ നിന്ന് അറിയാതെ നടക്കത്തില്ലല്ലോ ഒരു പരിപാടിയൊക്കെ. പറയുന്നത് കേട്ട് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു. അതെ അതെ അതെ. ഞാനപ്പോൾ എനിക്ക് കുറച്ച് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ആഗ്രഹം പണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പം തുടങ്ങിയിട്ടേ ഉള്ളതാണ്. ഞാൻ ചെന്നൈയിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് സ്കൂളിങ് അവിടെയായിരുന്നു. അപ്പം അങ്ങനെ ചെറുപ്പം തുടങ്ങിയിട്ടേ എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എന്നെ ചുറ്റിയുള്ള ആൾക്കാരെല്ലാം സിനിമയിലത്തെ ആൾക്കാരായിരുന്നു. ഇപ്പോൾ കൂട്ടുകാരുടെ അച്ഛന്മാരും അല്ലെങ്കിൽ അവരുടെ ഫാമിലി എല്ലാം സിനിമയിലത്തെ ആൾക്കാരായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയും സിനിമ ആയിരുന്നു ചർച്ച. അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ സിനിമയായിരുന്നു. ഞാൻ പഠിച്ചു വളർന്ന സ്ഥലം സാലിഗ്രാമം, കോടമ്പാക്കം എന്നുള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പം അവിടെ മൊത്തം സിനിമ ആൾക്കാരാണ്.
ചെറിയ കടകളിൽ പോയാൽ പോലും അവിടെ പുറകെ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാനിരിക്കുന്ന സമയത്ത് അവിടുത്തെ വെയിറ്റേഴ്സൊക്കെയും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും സിനിമ, സംസാര, ചർച്ച വിഷയങ്ങളാണ്. അപ്പം അങ്ങനെ എനിക്ക് എന്നെ വലിയൊരു സ്ക്രീനിൽ കാണാൻ വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ സർജറി വരുന്ന സമയത്ത് നമുക്കറിയത്തില്ലോ ജീവിക്കുമോ മരിക്കുമോ നമുക്കറിയത്തില്ലോ. അപ്പം ഇനി എങ്ങാനും ജീവിക്കുവാണെങ്കിൽ ഒരു സീനിലെങ്കിലും അഭിനയിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ആഗ്രഹം നടന്നു. അങ്ങനെ ഒരു നടനായി. ഇനിയിപ്പോൾ ഒരു സ്റ്റാർ ആവണം, ഇനിയൊരു ബാങ്കബിൾ സ്റ്റാർ ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ മുമ്പിലോട്ട് പോയിട്ടുണ്ട്.